നമസ്കാരം. റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയായ 25% തീരുവ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ചില സൂചനകൾ അമേരിക്ക ഇപ്പോൾ നൽകുകയാണ്. അമേരിക്കയുടെ ട്രേഡ് സെക്രട്ടറി സ്കോട്ട് ബെസൻ്റാണ് ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞത്. സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ആ ഒരു അഭിമുഖം നൽകിയത്. അതായത് സ്കോട്ട് ബെസൻ്റ് അവകാശപ്പെടുന്നത് ഇതൊരു വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തീരുവകളും മറ്റും പ്രയോഗിക്കുന്നത് അത് സ്ഥിരമായിട്ടല്ല, ഓരോ രാജ്യത്തെയും പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ തിരുത്താൻ വേണ്ടിയിട്ടുമൊക്കെയാണ് തീരുവ പ്രഖ്യാപിക്കുന്നത്. ഈ തീരുവ പ്രഖ്യാപിച്ചത്, ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ചത് വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഈ കുറവ് തങ്ങളുടെ തീരുവ കാരണമാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്, അമേരിക്കയുടെ ട്രേഡ് സെക്രട്ടറി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യക്കെതിരെ ചുമത്തിയിട്ടുള്ള ആ പിഴത്തീരുവ എടുത്തു കളയാൻ അമേരിക്ക ശ്രമിക്കും എന്ന സൂചന അഭിമുഖത്തിനിടെ സ്കോട്ട് ബെസൻ്റ് നൽകിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ വാർത്ത കണ്ടയുടൻ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. സത്യത്തിൽ അങ്ങനെ ഒരു കുറവ് വന്നിട്ടുണ്ട്. കാരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഈ യുക്രൈൻ സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യ ആരംഭിച്ചത്. അതിനു മുമ്പ് 2%, 3%, 4% താഴെ മാത്രമായിരുന്നു ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ റഷ്യയിൽ നിന്നുണ്ടായിരുന്നത്. ഇന്ത്യ പൂർണ്ണമായും അന്ന് ആശ്രയിച്ചിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയായിരുന്നു. എന്നാൽ ഈ യുക്രൈൻ സംഘർഷം ഉണ്ടാകുന്നതിന് ശേഷം അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളുമെല്ലാം റഷ്യയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ഉപരോധത്തിൻ്റെ പേരിൽ റഷ്യയ്ക്ക് അവരുടെ എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓയിൽ ഇമ്പോർട്ടറാണ് ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാം എന്ന ഒരു തന്ത്രം റഷ്യ പയറ്റുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. കാരണം ലോകമെമ്പാടും ഇന്ധന വില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് അവരുടെ ഇന്ധന സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വളരെ ഗൗരവമായി ഇന്ത്യ പരിഗണിച്ചു. ഇന്ത്യയുടെ രാഷ്ട്ര താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ എതിർത്തുവെങ്കിലും, ഇന്ത്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇന്ത്യ ആ സമ്മർദ്ദത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. 4% മാത്രം ഉണ്ടായിരുന്ന റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏതാണ്ട് 40-45% ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ജനുവരിയിലെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 2025 ജനുവരിയിൽ ഇന്നുവരെ 25% റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി. അതായത് 40%-ൽ നിന്നും 25%-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആ വിലയിരുത്തൽ ശരിയാണ്. പക്ഷേ അമേരിക്കയുടെ ഈ തീരുവ കാരണമാണ് ഇന്ത്യ എണ്ണവില കുറച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം 50% തീരുവ, 25% റെസിപ്രോക്കൽ തീരുവ എന്ന രീതിയിൽ ചുമത്തുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു 25% തീരുവ. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 50% തീരുവയാണ്. ഈ 50% തീരുവ ചുമത്തി തുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു. അതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ GDP കുത്തനെ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഒരു മേഖലയും ഇതിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലായില്ല. അമേരിക്കനിലേക്കുള്ള കയറ്റുമതി വലിയ രീതിയിൽ ബാധിക്കാവുന്ന ഇന്ത്യൻ മേഖലകളെല്ലാം മറ്റ് മാർക്കറ്റുകൾ തേടിപ്പോയി. ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഏർപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. യൂറോപ്യൻ യൂണിയനുമായും അതുപോലെ തന്നെ ബ്രിട്ടനുമായും അതോടൊപ്പം തന്നെ ഖത്തറുമായിട്ടുമൊക്കെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതും കണ്ടു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ 50% തീരുവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാഭകരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റഷ്യയുടെ എണ്ണവില, അല്ലെങ്കിൽ റഷ്യയുടെ എണ്ണ ഈ കാരണത്തിൻ്റെ പേരിൽ വെട്ടിക്കുറയ്ക്കേണ്ട യാതൊരു ആവശ്യവും ഈ ഘട്ടത്തിൽ ഇന്ത്യക്കില്ല. ഒരുപക്ഷെ എണ്ണ ഉൽപ്പാദനം അല്ലെങ്കിൽ എണ്ണ ഇറക്കുമതി ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഈ മാസത്തിൽ നേരിയ കുറവ് വന്നിരിക്കാം. അത് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. കാരണം ഇന്ത്യ ഇപ്പോൾ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഓയിൽ റിസർവ് തന്നെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഓയിൽ റിസർവ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ എണ്ണ കമ്പനികളെല്ലാം കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങിയ എണ്ണയിൽ ബാക്കിയുണ്ടാകാം. അത് വരും മാസങ്ങളിൽ ഇന്ത്യയുടെ ഉപഭോഗത്തിനനുസരിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപഭോഗത്തിന് ആവശ്യമായ എണ്ണ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ റിസർവിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ഇന്ത്യ എണ്ണയുടെ ഇറക്കുമതി കുറച്ചതായിരിക്കാം. അതാണ് കാരണമാകാനുള്ള സാധ്യത. ഇതിന്മേൽ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടാകാൻ
ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്തായാലും ഈ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അമേരിക്ക ഇത്തരത്തിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളിതാ തീരുവ കുറയ്ക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ കുറച്ചുകൊള്ളാം എന്ന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആ അവകാശവാദം തെറ്റായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കഴിഞ്ഞ മാസം, അതായത് ഈ ജനുവരി മാസത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ ഫലമല്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.